ഹലോ, എല്ലാരും ഇവിടെ ഉണ്ടോ? ചെയ്തോ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? എത്രയാ മാക്സിമം വാല്യൂ, എത്ര മിനിമം വാല്യൂ? മിനിമം വാല്യൂ -5, മാക്സിമം വാല്യൂ -1. മാക്സിമം വാല്യൂ -1. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? ക്രിസ്റ്റീന കിട്ടിയോ? ഞാൻ ഓരോരുത്തരോട് ചോദിക്കണം. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ എന്നോട് പറയണേ. മാക്സിമം വാല്യൂ ഈക്വൽ ടു -1 ആൻഡ് മിനിമം വാല്യൂ ഈക്വൽ ടു -5. ഈ ആൻസർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. ഓക്കെ, പിന്നെ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വാല്യൂ കണ്ടുപിടിക്കൊന്നും വേണ്ട കേട്ടോ. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇപ്പൊ പഠിപ്പിച്ചപ്പോൾ ഇല്ലസ്ട്രേഷനിലെല്ലാം അങ്ങനെ കണ്ടുപിടിപ്പിച്ചു എന്നേ ഉള്ളൂ. വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ മാത്രം എക്സാമിന് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോ മാക്സിമം മിനിമം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എളുപ്പല്ലേ പഠിക്കാൻ? ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും ഉറപ്പായിട്ടും. അപ്പോ പ്രാക്ടീസ് പ്രോബ്ലം പേജ് നമ്പർ 87 പ്രാക്ടീസ് പ്രോബ്ലം 1, 2, 3, 4, 5, 6 ഹോംവർക്ക്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഹോംവർക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചെയ്യുന്നുണ്ടോന്നൊന്നും നോക്കുന്നില്ല, പക്ഷെ ഇത് ചെയ്താലേ നിങ്ങൾക്ക് ഈ ക്ലാസ് കൂടിയിട്ട് ഗുണം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് പ്രോബ്ലം ഫുൾ ഹോംവർക്ക് ആണ്. 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ എക്കണോമിക്സ് ആണ്. Applications of derivatives in economics. Okay. Applications of derivatives in economics. അപ്പൊ നമ്മള് ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻ പല തരത്തിൽ എക്കണോമിക്സിൽ കാണാറുണ്ട്. ആദ്യത്തേത് മാർജിനൽ യൂട്ടിലിറ്റി. ഇതിന്റെ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാർജിനൽ യൂട്ടിലിറ്റി എന്താ? മാർജിനൽ യൂട്ടിലിറ്റി
consumption of. ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കില്ലേ, എന്താണെന്ന് കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞേ. അയ്യോ, നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അഡീഷണൽ യൂണിറ്റ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അഡീഷൻ. ഒരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഒരു അഡീഷണൽ യൂണിറ്റ് കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു d/dx ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. ഇതിനെ നമ്മൾ du/dx എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വേർ u is ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിനെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ മാർജിനൽ എന്ന് പറഞ്ഞു വരുന്ന എല്ലാ സാധനത്തിലും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. മാർജിനൽ എന്നുള്ള വാക്ക് കണ്ടാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തോളൂ. ഓക്കെ. അതുപോലെ മാർജിനൽ കോസ്റ്റ് ആണെങ്കിൽ dc/dx is the derivative of total cost. ടോട്ടൽ കോസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് മാർജിനൽ കോസ്റ്റ് കിട്ടും. മാർജിനൽ റവന്യൂ ആണെങ്കിൽ d/dx ഓഫ് ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ dr/dx. ടോട്ടൽ റവന്യൂ ഫംഗ്ഷനെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് മാർജിനൽ റവന്യൂ കിട്ടും. ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മാർജിനൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ നമുക്ക് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഉണ്ട്. മാർജിനൽ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രോബ്ലംസ് ചെയ്യാം. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്താ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്താ? നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ പോർഷനിൽ അഡീഷൻ വരുമ്പോൾ, അതായത് കെയ്ൻസിന്റെ C = a+by എന്ന് പറയുന്ന കൺസംഷൻ ഫംഗ്ഷനിൽ ഈ കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? ഇതാണ് C = a+by അല്ലേ? ഇതാണ് ഓട്ടോണോമസ് കൺസംഷൻ A. ഇൻകം 0 ആയിരിക്കുമ്പോൾ നമ്മൾ എത്ര കൺസ്യൂം ചെയ്യുന്നു, അതാണ് നമ്മുടെ ഓട്ടോണോമസ് കൺസംഷൻ അല്ലേ? y 0 ആവുമ്പോൾ C = a ആയിരിക്കും. ഓക്കെ, ഇൻകം 0 ആവുമ്പോൾ നമ്മൾ എത്ര കൺസ്യൂം ചെയ്യുന്നു അതാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഓട്ടോണോമസ് കൺസംഷൻ. അപ്പൊ ഇവിടെ B എന്താ? B ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണല്ലോ. പിന്നെ നിങ്ങൾ ΔC/Δy എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ΔC/Δy കൺസംഷൻ ടു എ ചേഞ്ച് ഇൻ ഇൻകം. സത്യം പറഞ്ഞ ഈ B എന്ന് പറയുന്നത് ഈ കർവിന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, ഈ കർവിന്റെ സ്ലോപ്പ് ആണ് B. കൺസംഷൻ ഫംഗ്ഷന്റെ സ്ലോപ്പ് ആണ് B. ഓക്കെ, അപ്പൊ കൺസംഷൻ ഫംഗ്ഷൻ കാണിക്കുന്ന എന്താ? നമ്മുടെ ടോട്ടൽ കൺസംഷൻ. ടോട്ടൽ കൺസംഷന്റെ സ്ലോപ്പ്. അപ്പൊ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇസ് ഈക്വൽ ടു dc/dy. വിത്ത് റെസ്പെക്ട് ടു ഇൻകം നമ്മൾ കൺസംഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഡിഫറൻസിയേഷന്റെ സിമ്പിൾ ആണ് ആക്ച്വലി ഡെൽറ്റ, ചേഞ്ച്. ഓക്കെ, ചേഞ്ച് ഇൻ കൺസംഷൻ ബൈ ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ, സോ dc/dy. ക്ലിയർ ആണോ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇസ് ഈക്വൽ ടു dc/dy. ഇനി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ഇൻപുട്സ് ഉണ്ട്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ഇൻപുട്സ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ഇൻപുട്സ്. ഓക്കെ, ഏതൊക്കെയാ മെയിൻ ആയിട്ടുള്ള 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? land, labor, capital. Entrepreneurship. Entrepreneurship. Land, labor, capital and entrepreneurship are the 4 factors of production. ഇതിൽ നമ്മൾ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ആണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലേബറിനെ L വെച്ചും ക്യാപിറ്റലിനെ K വെച്ചുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് X ആണെങ്കിൽ
ടോട്ടൽ ഔട്ട്പുട്ട് എക്സ് ആണെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി എൽ ആണ്. എല്ലിന് വേറൊരു ഫംഗ്ഷൻ തരും. ഡി എക്സ് ബൈ ഡി എൽ ആണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി കെ. ഡി എക്സ് ബൈ ഡി കെ. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇസ് ഈക്വൽ ടു ഡി. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബറിനെയും കൂടെ നമ്മൾ എംപ്ലോയ് ചെയ്താൽ അതുകൊണ്ട് പ്രൊഡക്ടിവിറ്റിയിൽ ടോട്ടൽ ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു. ഒരു അഡീഷണൽ യൂണിറ്റ് ക്യാപിറ്റലും കൂടെ നമ്മൾ യൂസ് ചെയ്താൽ ടോട്ടൽ ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു. അതാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും കാണിക്കുന്നത് റെസ്പെക്റ്റീവ്ലി. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. ഇനി ലാസ്റ്റത്തത് എന്തോ ഓക്കെ, ലാസ്റ്റത്തത് നമ്മുടെ ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഡിമാൻഡ് പ്രൈസ് മാറുന്നതനുസരിച്ച് ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഇൻറ്റു 100. ഇതാണല്ലേ നമ്മളുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ ഇൻറ്റു 100 മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് divided by rate of change in price ആണല്ലോ. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഇൻറ്റു 100 ആണോ? delta Q by Q into 100 divided by delta P by P into 100. Clear ആണോ? 100 തമ്മിൽ ക്യാൻസൽ ആയി പോവും. പോയിട്ട് നമുക്ക് ഡെൽറ്റ Q by Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P by P ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ ഡെൽറ്റ Q by Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P by P. ഇതിന് ഡെൽറ്റയ്ക്ക് പകരം എനിക്ക് ഡി ഉപയോഗിക്കാലോ. ലൈക് ഡെൽറ്റ ക്യൂ ബൈ ക്യൂവിന് എനിക്ക് ഡി ക്യൂ ബൈ ലൈക് ഡെൽറ്റ ക്യൂ വേണ്ട, ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി. അപ്പൊ ഇതിന് എന്ത് ചെയ്യും? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പൊ നമുക്ക് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റ പി ബൈ പി എന്ന് വരും. സോറി, പി ബൈ ഡെൽറ്റ പി എന്ന് വരും. ഇതിനെ തിരിച്ചിടും. ഒന്നുകൂടെ പറയാം. ഇത് ഡിവിഷൻ ആണ്. ഫ്രാക്ഷന്റെ ഡിവിഷനിൽ നമ്മളപ്പോ രണ്ടാമത്തെ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും? ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു പി ബൈ ഡെൽറ്റ പി എന്ന് വരും. അപ്പൊ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഡെൽറ്റ ഉള്ളവരെ തമ്മിൽ ഒരുമിച്ച് എഴുതുന്നു, അല്ലാത്തവരെ മാറ്റി എഴുതുന്നു. അപ്പൊ എനിക്ക് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് എഴുതാലോ. ചേഞ്ച് ഒന്നുമില്ല. ഡിനോമിനേറ്ററിൽ ഡെൽറ്റ പി ഇൻറ്റു ക്യൂവും ന്യൂമറേറ്ററിൽ ഡെൽറ്റ ക്യൂ ഇൻറ്റു പിയും തന്നെയാണ്. ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ഈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്ന് പറയുന്നത് ഡി ക്യൂ ബൈ ഡി പി ആണ്. ഓക്കെ, ഡെൽറ്റയ്ക്ക് പകരം ഡി ഉപയോഗിക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് തന്നെയാണ് രണ്ടും കാണിക്കുന്നത്. ഓക്കെ, സോ ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ. ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആയിരിക്കോ? ഒരെണ്ണം ഉറപ്പിക്കേ. പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? ക്വാണ്ടിറ്റിയും
പ്രൈസും തമ്മിലുള്ള റിലേഷൻ ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻ ആണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു പി ബൈ ക്യൂ ആണ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇതുപോലെ തന്നെ ഡിറൈവ് ചെയ്യുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഇക്വേഷൻ ഡി ക്യൂ ബൈ ലൈക്ക് ഡി ക്യൂ അല്ല ഡി എസ് അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി പി ഇൻറ്റു പി ബൈ എക്സ് ആണ്. വേർ എക്സ് ഇസ് ദി ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം പ്രൈസിനനുസരിച്ച് സപ്ലൈ കൂടിക്കൊണ്ടിരിക്കും. പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ആൻസർ അല്ലെങ്കിൽ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഇക്വേഷൻ ഇസ് dx by dp into p by x, whereas ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈ ക്യൂവിന് വരെ എക്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ എസ് എന്ന് എഴുതുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഡി എസ് ബൈ ഡി പി ഇൻറ്റു പി ബൈ എസ് എന്തെഴുതിയാലും മനസ്സിലാക്കേണ്ടത് ഇവിടെ സപ്ലൈയും ഇവിടെ ഡിമാൻഡും ആണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്വാണ്ടിറ്റി ഡിമാൻഡും ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എക്സ് എഴുതിയാലും ക്യൂ എഴുതിയാലും ഒക്കെ സെയിം ആണ്. ഓക്കെ, ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ എക്കണോമിക്സ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. പേജ് നമ്പർ 88ലേക്ക് പോവാം. പേജ് നമ്പർ 88. പേജ് നമ്പർ 88 പോവാം. 88 പോയിട്ട് 88 അല്ല, ഇല്ലസ്ട്രേഷൻ 15 നോക്കി. 89 പേജ് നമ്പർ 89 ഇല്ലസ്ട്രേഷൻ 15. Illustration 15. Find the marginal cost of the total cost function C is equal to 2x cube minus 10x square plus 8x plus 500. ഇത് ടോട്ടൽ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മാർജിനൽ കോസ്റ്റ് is equal to d by dx of total cost. That is equal to d by dx of 2x cube minus 10x square plus 8x plus 50. സെയിം എത്ര കിട്ടും? 6x square 20x plus 8. Very good. 6x square minus 20x plus 8. എല്ലാവർക്കും കിട്ടിയോ? ഹലോ, 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 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, കിട്ടിയെങ്കിൽ ഇല്ലസ്ട്രേഷൻ 16 ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 16. Illustration 16. plus 20x. കിട്ടിയോ? 10 plus 30x കിട്ടിയോ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ?
ഓക്കെ, അപ്പോ ഇനി ഇല്ലസ്ട്രേഷൻ 17 ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 17. Illustration 17. Illustration 17 ചെയ്യാം. The total revenue function of a firm selling a single commodity X is given as R is equal to 80x minus 4x square. Find marginal revenue at X equal to 8. അപ്പോൾ ആദ്യം മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കുക. മാർജിനൽ റവന്യൂ is equal to dr by dx, which is equal to d by dx of 80x minus 4x square, that is equal to 80 minus 8x. എന്നിട്ട് മാർജിനൽ റവന്യൂ അറ്റ് x equal to 8 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാർജിനൽ റവന്യൂവിന്റെ ആൻസറിൽ 8ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That is 80 minus 8 into 8 equal to 80 minus 64. Equal to 16. കിട്ടിയോ? ക്ലിയർ ആണോ? ഇനി ഇല്ലസ്ട്രേഷൻ 18, 19, 20, 21, 22. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഈ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണഗതിയിൽ നിങ്ങളുടെ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഞാൻ പഠിക്കുമ്പോഴും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പൊ ഞങ്ങളെ മഞ്ജു മിസ് ഇത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ചുപേര് വെറുതെ തന്നെ ഇത് വന്നാലോ എന്ന് വിചാരിച്ച് തന്നെ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷെ ഈ ക്വസ്റ്റ്യൻ വന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സിനെ ഞാൻ പഠിപ്പിച്ചപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചിട്ടില്ല, ഇത് ലീവ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ചിലപ്പോൾ BCM ചിലപ്പോൾ ഇത് ശാലിനി മിസ് പഠിപ്പിക്കുമായിരിക്കും. അപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത്. ഇതിലിപ്പോ പ്രശ്നം ഇതാണ്, ഫൈൻഡ് ദി മാർജിനൽ റവന്യൂ ഓഫ് ഡിമാൻഡ്, മാർജിനൽ റവന്യൂ ഫോർ ദി ഡിമാൻഡ് ഫംഗ്ഷൻ P equal to root of A minus BX. അവിടെ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷനാ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കണം. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് തന്നിട്ടുണ്ട്, അത് ഇൻറ്റു പ്രൈസ് ചെയ്താലേ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുള്ളൂ. എന്നിട്ട് കിട്ടുന്ന ടോട്ടൽ റവന്യൂവിനെ വേണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് മാർജിനൽ റവന്യൂ കിട്ടും. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് കുറച്ച് പിന്നെ റൂട്ടൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് കുറച്ച് ടഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഞാനിത് നിങ്ങളുടെ സീനിയേഴ്സിനെ പഠിപ്പിച്ചിട്ടുമില്ല, എക്സാമിന് വന്നിട്ടില്ല ഈ ക്വസ്റ്റ്യൻ ഒന്നും. അപ്പൊ അതുകൊണ്ട് ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ട് ഞാനിത് ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, ഇത് കുറച്ച് ടഫാണ്. അതുകൊണ്ട് ഞാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇത് ലീവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഇത് പഠിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് പറഞ്ഞു, അത് ഞാൻ ഇത് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഹലോ, ഓക്കെ ആണല്ലോ? എനിക്ക് അൽക്കയുടെ കാര്യത്തില് മഞ്ജു മിസ് ഇത് പഠിപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി പുതിയ എന്തെങ്കിലും, ഇനി മിസ് വല്ല സിലബസ് റിവിഷൻ ഉണ്ടെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞ് പഠിപ്പിച്ചാലേ ഉള്ളൂ. ഞങ്ങളെ മിസ് ഇത് പഠിപ്പിച്ചിട്ടില്ല, മിസ് ഇത് വിടുവാ ചെയ്തത്. BCM വെച്ച് ശാലിനി മിസ് ചിലപ്പോൾ പഠിപ്പിക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് അത്ര ഇങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, കാരണം ഇത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ആണ്. അപ്പൊ ഇത് ഇപ്പം ഇല്ലസ്ട്രേഷൻ 22 കണ്ടോ? അതിൻ്റെ അകത്താണ് നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ആദ്യം പ്രോഫിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം അതിനകത്തുനിന്ന്. അതായത് റവന്യൂ ഫംഗ്ഷനിൽ നിന്ന് കോസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ പ്രോഫിറ്റ് ഫംഗ്ഷനെ നമ്മൾ ഫസ്റ്റ് ഡിഫറൻഷ്യലും സെക്കൻഡ് ഡിഫറൻഷ്യലും ഒക്കെ കണ്ടുപിടിച്ച് അതിന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം. അപ്പൊ നിങ്ങൾക്ക് ഇത് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം, വെറുതെ ഒന്ന് ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആർക്കെങ്കിലും കുറച്ച് ക്ലിക്കായിട്ട് കുറച്ചുകൂടെ മനസ്സിലാവാനുള്ളവർ എന്നോട് പറഞ്ഞാൽ അത് ഞാൻ ചെയ്ത് കാണിക്കാം.
ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഞാനിത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ആകെ എല്ലാം കൂടി കുഴഞ്ഞു മറിയുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് ആ റിസ്ക് എടുക്കാത്തത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 23 പോകാം. അതിന്റെ ഇടയ്ക്ക് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന്റെയും അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടേഴ്സിന്റെയും 2 എക്സാമ്പിൾസ് അവിടെ കിടപ്പുണ്ട് പേജ് നമ്പർ 93. അതൊന്ന് നോക്കിക്കേ, പേജ് നമ്പർ 93. അതും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം ഇൻ കേസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കൺസംഷൻ ഫംഗ്ഷൻ C is equal to 500 plus 0.8y ആണ്. ഇതിൽ നിന്ന് MPC കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് MPCയുടെ വാല്യൂ 0.8 ആണെന്ന് കിട്ടും. ഓക്കെ, കാരണം C equal to A plus BY ആണ് ഇക്വേഷൻ, B ആണ് MPC എന്ന് നമുക്ക് തിയറി വെച്ച് അറിയാം. അതുകൊണ്ട് തന്നെ B കണ്ടു കഴിഞ്ഞാൽ അത് നേരെ MPC ആണെന്ന് എഴുതാം, ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് dC/dy ഒന്ന് ചെയ്തു നോക്കാം. dC/dy ഇത് എത്ര കിട്ടും? 500 0 ആയി പോവും. 0.8y വരുമ്പോ ആൻസർ 0.8 തന്നെ വരും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ച പോലെയാണ്. 1-2 മാർക്കിലൊക്കെ വന്നാൽ ഭാഗ്യം. അപ്പൊ 0.8 എന്ന് നേരെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ അടുത്തത് ഔട്ട്പുട്ട് x equal to 20 plus 3l plus l square ആണെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ is equal to dx/dl ആണ്. ദാറ്റ് is equal to ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു l ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20യുടെ ഇവിടെ 0 ആവും, 3l 3 കിട്ടും, പ്ലസ് 2l 3 plus 2l. ഇനിയിപ്പോ അറ്റ് l is equal to 2 എന്ന് വല്ലതും വന്നു കഴിഞ്ഞാൽ ഈ എല്ലിന്റെ സ്ഥാനത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ 3 plus 4 equal to 7 ആണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ അറ്റ് l equal to 2 എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ x equal to 50 plus 5k plus k square. ഇതില് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. dx/dk ആണ് ചെയ്യേണ്ടത്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു k ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ 5 plus 2k എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഒരെണ്ണമാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ശ്രദ്ധിക്കുകയും വേണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ 23. From the demand function x equal to 80 minus 4p minus p square, determine elasticity of demand when p equal to 5. അപ്പൊ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് പ്രൈസിന്റെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഇതിൽ വെച്ച് നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കണം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്താ? dq/dp into p/q ആണ്. ഇതിൽ q തന്നെയാണ് x കേട്ടോ. ഇതിനെ വേണേ എനിക്ക് dx/dp into p/x എന്ന് എഴുതാം. മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡില് dq/dp into p/q ആണ് നമ്മളുടെ ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ. ക്യൂവിന് പകരം x ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെർമിനോളജി. അതുകൊണ്ട് ഞാൻ dx/dp into p/x എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു p ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഈ പോർഷൻ കിട്ടും, dq/dp കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്. ഈ പോർഷൻ ചെയ്യുവാണ്. dx/dp ചെയ്ത എന്ത് കിട്ടും? -4 minus 2p കിട്ടും. കിട്ടുമോ? ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു p ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 80യുടെ ഇവിടെ 0 ആവും, -4pയുടെ അവിടെ -4 മൈനസ് p സ്ക്വയർ -2p ആവും. ഇൻറ്റു, ഇനി ഈ സ്റ്റെപ്പാണ് എല്ലാവരും മറന്നു പോകുന്നത്, ഇൻറ്റു p/x. ഇൻറ്റു p ഡിവൈഡഡ് ബൈ x എത്രയാ? x എത്രയാ? 80 minus 4p minus p square. 80 minus 4p minus p square. ഡൗട്ട് ഉണ്ടോ?
എക്സിന് പകരം ഞാൻ 80 മൈനസ് 4p മൈനസ് പി സ്ക്വയർ എഴുതി. ഇത് എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത ആൻസർ കിട്ടി. പി ഞാൻ അതുപോലെ തന്നെ എഴുതി. ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? സി പിന്റെ ആണ് പി ഈസ് ഈക്വൽ ടു 5 വന്നിട്ടുണ്ട്. എന്തോ? പി ഈസ് ഈക്വൽ ടു 5 വന്നിട്ടില്ലേ? പി ഈക്വൽ ടു 5 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഈ പി കൊണ്ട് -4 -2p ഒന്ന് ഇൻറ്റു ചെയ്തെടുക്കുവാണെങ്കിൽ ഒറ്റ ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും. പിനെ ഇത് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ -4p - 2p സ്ക്വയർ ദി ഹോൾ ഡിവൈഡഡ് ബൈ 80 -4p - p സ്ക്വയർ എന്ന് കിട്ടും. -4p - 2p സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 80 -4p - p സ്ക്വയർ. ഇതിൽ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ക്വസ്റ്റിനിൽ പിയുടെ വാല്യൂ 5 എന്ന് തന്നിട്ടുണ്ട്. ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ചെയ്യാം. -4 × 5 -2 × 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 80 -4 × 5 - 5 സ്ക്വയർ. That is equal to -20 -2 × 25 divided by 80 -20 -25. That is equal to -20 -50 divided by 80 -20 എന്ന് പറയുമ്പോൾ 60. 60 - 25 35. മേളില് -70. നമുക്ക് -70/35 എന്ന് കിട്ടും. That is equal to -2. -2 വരാൻ കാരണം ഇത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയതുകൊണ്ടാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ആൻസറിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും. കിട്ടിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? കിട്ടിയോ അൽബീറ്റ? കിട്ടിയോ? കിട്ടിയില്ലേ? ഓഡിയോ അൺമ്യൂട്ട് ചെയ്യോ? എനിക്ക് കേക്കത്തില്ല. ഓക്കെ. അശ്വതിക്ക് കിട്ടിയോ? മുംതാസിന്റെ വീഡിയോ എവിടെ പോയി? മുംതാസ് പോയോ? ഞാനിവിടെ ഉണ്ട്. വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണോ? ഞാൻ എപ്പോഴും റീജോയിൻ ചെയ്യുമ്പോ ഓൺ ചെയ്യാൻ മറന്നു. അത് ക്ലാസ്സില് വീഡിയോ ഓഫ് ചെയ്ത് അങ്ങ് ശീലിച്ചു പോയിട്ടാ. കോളേജില് അതാണല്ലോ കൊറേ സമയം ഉള്ളത്. ശീലമായതുകൊണ്ടാ. ചീത്ത ശീലം അത്. വീഡിയോ നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് പഠിക്കാനും പഠിപ്പിക്കുന്നവർക്ക് പഠിപ്പിക്കാനും തോന്നത്തുള്ളൂ. ഞാൻ നേരത്തെ എന്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ ഞാൻ ക്യാമറ നോക്കിയാ പറഞ്ഞു. അപ്പൊ മിസ് ബുക്ക് നോക്കി വായിക്കില്ലേന്ന് പറഞ്ഞു. അന്നേരം ഞാൻ റിയലൈസ് ചെയ്തില്ല. ഞാൻ കണ്ടില്ലേ. ഓക്കെ, എനിവേ അത് ചെയ്തു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രേഷൻ 24. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ ഇന്നത്തെ അല്ല, ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ലസ്ട്രേഷൻ 24. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ്. ഈ മീറ്റിംഗ് 4 മിനിറ്റിൽ എൻഡ് ആവും. അപ്പൊ ഞാൻ ചെയ്യേണ്ട സ്റ്റെപ്പ് പറഞ്ഞു തന്നിട്ട് അടുത്ത ലിങ്ക് തരാം. നമുക്ക് തന്നിരിക്കുന്നത് ഫ്രം ദി സപ്ലൈ ഫംഗ്ഷൻ x ഈക്വൽ ടു 20 + 3p. അപ്പൊ സപ്ലൈ ഫംഗ്ഷൻ ഇതാണ്, x ഈക്വൽ ടു 20 + 3p. ഫൈൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വെൻ p ഈക്വൽ ടു 4. സെയിം തന്നെ നമ്മൾ ചെയ്യുന്നത് അല്ലെ. സപ്ലൈ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ dx/dp × p/x ആണ്. dx/dp × p/x ആണ്. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് dx/dp കണ്ടുപിടിക്കുക. എന്നിട്ട് p ഡിവൈഡഡ് ബൈ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ p/x ചെയ്യാൻ മിക്കവരും മറന്നുപോകും. അങ്ങനെയാണ് ഇത് തെറ്റിപ്പോകുന്നത്. ഓക്കെ, മറന്നു പോകരുത്, p/x ചെയ്യണം. അപ്പൊ നമുക്ക് dx/dp ചെയ്ത് എത്ര കിട്ടും? 3p to p/20 + 3p. That is equal to 3 × p is 3p divided by 20 + 3p. ഇനി p equal to 4 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3 × 4 divided by 20 + 3 × 4. That is equal to 12 divided by 20 + 12.
12 divided by 32. കട്ട് ചെയ്യാം ഇതിനെ 3/8 എന്ന് കിട്ടും. 12 divided by 32 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3/8 എന്ന് കിട്ടും. എന്ന് കിട്ടും. ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഇക്വേഷൻസ് മറന്നു പോരുത്, രണ്ടിനും സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈക്കും. പക്ഷെ ഈ എക്സ് ഇവിടെ സപ്ലൈ ആണ്, അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണെന്നുള്ളൊരു വ്യത്യാസം. അത് നമ്മൾ എക്കണോമിക്സിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ അത് നമുക്ക് മനസ്സിലാവും, നമ്മളത് ഓർത്തിരിക്കും. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ സെയിം ഇക്വേഷൻ ആണ്, പക്ഷെ കൺസെപ്റ്റ് അനുസരിച്ച് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ ഈ എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ ഈ എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡും ആണ്. അതാണ് ഒരു ഡിഫറൻസ് ഉള്ളു. അത് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്, പക്ഷെ ക്യൂറ്റിയിൽ പഠിക്കുമ്പോൾ രണ്ടിനും സെയിം ഇക്വേഷൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ലിങ്ക് തരാം. അതുവരെ നിങ്ങൾ ഇത്രയും നേരം ചെയ്തൊക്കെ ഒന്ന് നോക്കുക. ഏതിലെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ.